നമസ്കാരം. BBC ന്യൂസിന്റെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. പുറപ്പുഴയിൽ അമ്മയും പിഞ്ചുകുട്ടികളും കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ. കാറ്റിലും മഴയിലും കൊടിയത്തൂരിൽ വൻ നാശം. പൂമാലയിൽ വനം വകുപ്പ് വക കെട്ടിടത്തിലേക്ക് മരം ഒടിഞ്ഞു വീണു. KPMS നേതൃത്വത്തിൽ കാഞ്ഞാറിൽ അയ്യങ്കാളി ജന്മദിനാഘോഷം നടത്തി. തോട്ടുചാലിൽ കുടുംബസംഗമം തൊമ്മൻകുത്തി നടന്നു. അവാർഡ് ജേതാക്കളായ ദേവസ്യ കുളക്കുടി, TR രാജൻ, ഓണക്കൂർ രാജീവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചുങ്കം ഫെറോന പള്ളിയിൽ 8 നോമ്പാചരണത്തിന്റെ 325-ാം വാർഷികവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളും സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആഘോഷിക്കും. കരിമണ്ണൂർ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരൾ ദാനം നൽകിയ റെയ്നി ജോയിയെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ KA പൈലി പൊന്നാടി അണിയിച്ചു. തൊടുപുഴ ഭീമ ജുവലറിയിൽ ഓണാഘോഷം നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. അമ്മയെയും പിഞ്ചുകുട്ടികളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുറപ്പുഴ പാലത്തിനാടിയിൽ ജോബിയുടെ ഭാര്യ 26 വയസ്സുള്ള അഞ്ജു, മക്കളായ 4 വയസ്സുള്ള ജെയ്സ്, 2 വയസ്സുള്ള ജസ്ന എന്നിവരാണ് മരിച്ചത്. തിരുവോണ ദിവസം രാത്രി 8 മണിയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ബുധനാഴ്ച രാത്രി തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചു. വ്യാഴാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കരിങ്കുന്നം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി പറഞ്ഞാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അതിനുശേഷം ഞാൻ അവിടെ എത്തുകയും അതിനുശേഷം SIയും അതുപോലെ തന്നെ CA ഉൾപ്പെടെ. കനത്ത കാറ്റിലും മഴയിലും കൊടിയത്തൂർ ഭാഗത്ത് വൻ നാശനഷ്ടം. കൊടിയത്തൂർ മുസ്ലിം പള്ളിക്ക് സമീപം ഉച്ചയോടെ ആഞ്ഞടിച്ച ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴക്കി വീണ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൈതവേലി രാജപ്പൻ പിള്ള, ഷാജി വാകച്ചേരിൽ, മൂസ കുമ്മങ്കലിൽ, അബ്ദുൽ കരീം തകടിയൽ, വള്ളാട്ട് ഷെഫീഖ്, വള്ളാട്ട് കരീം മൗലവി എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കൊടിയത്തൂർ അന്ധവിദ്യാലയത്തിന്റെ വക ഏത്തവാഴത്തോട്ടം കാറ്റിൽ നശിച്ചു. പൂമാലയിൽ കാറ്റിലും മഴയിലും വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് കെട്ടിടം വൻ മരം കടപുഴകി വീണ തകർന്നു. ഈ സമയം ഓഫീസിൽ ജീവനക്കാർ ആരുമില്ലായിരുന്നു. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ തിരുവോണ ദിവസം ഉപവാസ സമരം നടത്തി. റോഷി ആഗസ്റ്റിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ MG ജേക്കബ്, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, KK ശിവരാമൻ, ജോസ് കവിയിൽ, PC തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പക്ഷേ ഇത് രണ്ട് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്നുള്ള നിലയിലും രണ്ട് സംസ്ഥാനങ്ങൾ കക്ഷികളാണ് എന്നുള്ള നിലയിലും
ആർക്കാണ് മധ്യസ്ഥ സ്ഥാനം വഹിക്കുവാൻ കഴിയുന്നത്? കേന്ദ്ര ഗവൺമെന്റിനും പ്രധാനമന്ത്രിക്കും ആണെന്നുള്ളത് വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ പലരും ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ സംസാരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് തമിഴ്നാട് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അവരും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതായാലും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് കേരളത്തിലെ എല്ലാ കക്ഷികളും രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടുന്ന ഡെലിഗേഷൻ KPMS കാഞ്ഞാർ ശാഖയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജന്മദിനം ആഘോഷിച്ചു. ജില്ലാ പ്രസിഡന്റ് ടി.എ. ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ബിറ്റ ശങ്കർ അധ്യക്ഷത വഹിച്ചു. TC പരമേശ്വരൻ, UN രാജേഷ്, NM സുരേഷ്, KK അജി, PT ഗോവിന്ദൻ, സിന്ധു സുരേന്ദ്രൻ, ഓമന വിജയകുമാർ, സരസ്വതി, സിന്ധു ദേവദാസ്, PK സുരേന്ദ്രൻ, AM സിജു, AP അജിൻകുമാർ, ഉഷ ശശി, ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മ്യൂസിക് കമ്പോസർ അഖിൽ കെ ശങ്കറിനെ പ്രകാശ് തങ്കപ്പൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നമ്മൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധ നടപടികളും ശാഖാതലങ്ങളിൽ ജില്ലാതലങ്ങളിൽ നമ്മുടെ യൂണിയൻ തലത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. തിരുവോണ നാളിൽ തൊമ്മൻകുത്ത് തോട്ടുചാലിൽ കുടുംബ സംഗമത്തിൽ വെച്ച് ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ ദേവസ്യ കുളക്കുടിയിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ TR രാജൻ, ഭാരതീയ ജ്യോതിഷ പ്രചാര സഭയുടെ ജ്യോതിഷ ചക്രവർത്തി പുരസ്കാരം നേടിയ ഓണക്കൂർ രാജീവ്, ശങ്കരഗണകൻ എന്നിവരെ ആദരിച്ചു. KS വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സാവിത്രി രാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. R സുരേഷ്, TK സോമൻകുഞ്ഞ്, ദീപ പ്രദീപ്, ഇന്ദിര സോമൻ, വിനയ് ശങ്കർ, S അശ്വതി, R സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേവസ്യ കുളക്കുടി, TR രാജൻ, ഓണക്കൂർ രാജീവ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഓരോ കാര്യങ്ങൾ വഴിക്കാണെങ്കിലും കറണ്ടിനാണെങ്കിലും ഒക്കെ ഇവിടെ കിടന്ന് പ്രയത്നിച്ചതും അതെല്ലാം ഇന്ന് നേടിയെടുത്തിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർ അംഗീകരിച്ചിട്ടുണ്ടോ, അതിനുള്ളൊരു അർഹത എൻ്റെ അച്ഛന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. എങ്കിലും വെങ്ങല്ലൂർ ഷാപ്പംപടിയിൽ BJP സ്ഥാപിച്ചിരുന്ന കൊടിമരം തകർത്തത് സംഘർഷത്തിന് കാരണമായി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് BJP വെങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ തടിച്ചുകൂടിയതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹവും എത്തിയിരുന്നു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള റോഡിന് സമീപത്തെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണു. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. പുതിയതായി നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് തകർന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കെട്ടിനു മുകളിൽ ഏതാനും ദിവസം മുൻപ് വീണ്ടും കെട്ടിയ ഭാഗത്താണ് തകർന്നു വീണത്. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് മണ്ണെടുത്ത ശേഷമാണ് കരിങ്കൽ കെട്ട് നിർമ്മിച്ചത്. അവിടുന്ന് ഇനിയും വരും. അവിടുന്ന് വരും, ഇവിടുന്ന് വരും. ഇത് ഇടിഞ്ഞു. മൂലമറ്റം AKG നഗർ നിവാസികളുടെ ഓണാഘോഷം ശ്രദ്ധേയമായി. തിരുവോണ ദിവസം കനത്ത മഴയെ വകവയ്ക്കാതെ ചമയങ്ങളില്ലാതെ ഇവിടുത്തുകാർ അവതരിപ്പിച്ച നാടൻ നൃത്തങ്ങളാണ് ആളുകളെ ആകർഷിച്ചത്. ചുങ്കം ഫെറോന പള്ളിയിൽ പരിശുദ്ധ കന്യക മറിയത്തിന്റെ ജനന തിരുനാളും 8 നോമ്പാചരണ വാർഷികവും ഊട്ടുനേർച്ചയും സെപ്റ്റംബർ 1 മുതൽ 8 വരെ വിവിധ ആത്മീയ ശുശ്രൂഷകളോടുകൂടി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 1 വൈകുന്നേരം 5 കൊടിയേറ്റോടുകൂടി 8 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളിന് തുടക്കമാകും. വാർത്താ സമ്മേളനത്തിൽ ചുങ്കം സെന്റ് മേരീസ് ഫെറോന ചർച്ച് വികാരി റവറൻ ഫാദർ ജോസഫ് ഈഴാറത്ത്, അഡ്വക്കേറ്റ് മാത്യു തോട്ടുങ്കൽ, മാത്യു വെള്ളമറ്റത്തിൽ, ജോസ് കൊറ്റോത്ത്, ഫിലിപ്പ് ശേരിയിൽ എന്നിവർ പങ്കെടുത്തു. ചുങ്കപ്പള്ളിയുടെ
ഒരു ചെറിയ ചരിത്രം ഇതാണ്. 1578 കീഴ്മല രാജാവിൻ്റെ ചുങ്കസ്ഥലം ജ്ഞാനായ സമുദായത്തിന് വേണ്ടി ഒരു ദേവാലയം പണിയുവാനും മരുതോലിപ്പുരയിടം അങ്ങനെ ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി കരിമണ്ണൂർ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി കരൾ ദാനം ചെയ്ത റെയ്നി ജോയിക്ക് സ്വീകരണം നൽകി. സമ്മേളനം റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. KL സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കരുണ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി KM മത്തച്ചൻ, പ്രസിഡന്റ് NR നാരായണൻ, മരിയ ജോ, അജിത് M ജോസ്, ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. സിസ്റ്റർ ഷാൻഡി ഓണപ്പാട്ട് അവതരിപ്പിച്ചു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ KA പൈലി റെയ്നിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അത് ഈ സമൂഹത്തിന് എന്തുമാത്രം ഗുണം ചെയ്യുമായിരുന്നു എന്നാണ്. ഈ ദിവസങ്ങളിൽ എല്ലാ സ്കൂളുകളിലും ആഘോഷമുണ്ടായിരുന്നു, കോളേജുകളിൽ ആഘോഷമുണ്ടായിരുന്നു. സമൂഹത്തിലെ ചില സംഘങ്ങൾ നേതൃത്വം കൊടുത്ത് ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ആഘോഷ വേദികളിലും ഹൃദയ ഐക്യത്തെക്കുറിച്ചും പരസ്പര ബഹുമാനത്തെക്കുറിച്ചും വിവാഹത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന തൊടുപുഴ ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ വെട്ടിമറ്റം കുമ്പളാനിൽ KR വേണുഗോപാലപിള്ളയ്ക്കും ആഷിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ആശംസകൾ നേർന്നു. തൊടുപുഴ ഫീമെയിൽ ഓണാഘോഷം നടത്തി. ഓണപ്പൂക്കളവും വിവിധ മേളങ്ങളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു.